ക്രിക്കറ്റ് പിച്ചുകളിലെ കാറ്റിനിപ്പോൾ പഴയ ആ ഇരമ്പലില്ല. ആദ്യ ഓവറുകളിൽ ബാറ്റ്സ്മാൻമാരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിരുന്ന ആ പേര് ഒരുപക്ഷെ ഇപ്പോൾ അത്രമേൽ ഭയപ്പെടുത്തുന്നില്ലായിരിക്കാം. ട്രെന്റ് ബോൾട്ട്. പവർ പ്ലേ ഓവറുകളിൽ മിന്നൽ പിണർ പോലെ പാഞ്ഞെത്തുന്ന അദ്ദേഹത്തിന്റെ പന്തുകൾ ഒരു കാലത്ത് IPL ഏറ്റവും മനോഹരവും എന്നാൽ എതിരാളികൾക്ക് ഏറ്റവും ഭയാനകവുമായ കാഴ്ചയായിരുന്നു. വായുവിനെ കീറിമുറിച്ച് പിച്ചിനെ തലോടി കടന്നുപോകുന്ന ആ ഇൻസ്വിങ്ങറുകളും താളം തെറ്റിയോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ ഇടങ്കയ്യൻ പേസർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഓർമ്മകൾ 2020 പറക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ നീലക്കുപ്പായത്തിൽ ബോൾട്ട് ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു. ആ സീസൺ അയാളുടെ IPL കരിയറിലെ തന്നെ സുവർണ കാലഘട്ടമായിരുന്നു. UAE പിച്ചുകളിൽ പവർ പ്ലേകളിൽ അയാളുടെ സ്വിങ്ങിനു മുന്നിൽ പകച്ചു നിന്ന ലോകോത്തര ബാറ്റ്സ്മാൻമാർ ഏറെയാണ്. പന്തിനെ വായുവിൽ നൃത്തം ചെയ്യിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. കൃത്യമായ സീം പൊസിഷനോടെ വിക്കറ്റുകൾ കടപുഴക്കിയെറിയുന്ന ആ മാന്ത്രികതയായിരുന്നു ആ വർഷം മുംബൈയെ കിരീടത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. ആദ്യ ഓവറിലെ ആദ്യ വിക്കറ്റ് എന്നത് ബോൾട്ടിന്റെ ഒരു പതിവിശീലമായി മാറിയിരുന്ന സുവർണകാലം. എന്നാൽ കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ലല്ലോ. ആ മാന്ത്രികതയ്ക്ക് ഇപ്പോൾ എവിടെയോ മങ്ങലേറ്റിരിക്കുന്നു. ഒരിക്കൽ ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ആ പന്തുകളെ ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ അനായാസം അതിർത്തി കടത്തുന്നു. പഴയ മൂർച്ചയും സ്വിങ്ങും പന്തുകൾക്ക് നഷ്ടപ്പെട്ടതുപോലെ. വിക്കറ്റുകൾ വീഴ്ത്താൻ പാടുപെടുന്ന ധാരാളം റൺസ് വഴങ്ങുന്ന ബോൾട്ടിന്റെ ഈ പതനം കാണുന്നത് ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും വലിയൊരു വേദന തന്നെയാണ്. പവർ പ്ലേകളിൽ ഒരിക്കൽ അയാൾ പുലർത്തിയിരുന്ന ആ അനിഷേധ്യമായ ആധിപത്യം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. എതിരാളികൾ അയാളുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെയാണ് ഇപ്പോൾ ബാറ്റ് വീശുന്നത്. ഒരുപക്ഷെ ഇതൊരു ഇതിഹാസ താരത്തിന്റെ കരിയറിലെ അനിവാര്യമായ സയാഹ്നമാവാം. ഫോൺ നഷ്ടപ്പെട്ട ഈ വീഴ്ചകൾക്കിടയിലും ട്രെന്റ് ബോൾട്ട് എന്ന പേര് നൽകിയ ആവേശവും 2020 അയാൾ എറിഞ്ഞ തീപ്പൊരി പന്തുകളും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും. ഒരു സാമാന്യ ക്രിക്കറ്റ് ആരാധകന് ഈ പതനം ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. എങ്കിലും ഇനിയും ആ ഇടങ്കയ്യന്റെ വിരലുകളിൽ നിന്നും സ്റ്റെമ്പുകൾ പിഴുതെറിയുന്ന ആ പഴയ അത്ഭുത സിംഗിനായി ഒരു നെടുവീർപ്പോടെ നാം കാത്തിരിക്കുന്നുണ്ടാകും.